ദുരന്ത വാർത്ത. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പതിറ്റാണ്ടുകളായി നമ്മുടെ സ്വീകരണ മുറികളിലെ നിത്യ സാന്നിധ്യമാണ് ശ്രീ മണിയൻ പിള്ള രാജു. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നടന്ന ആ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും കഠിനമായ അധ്യായങ്ങളിൽ ഒന്നായി മാറി. വെള്ളിത്തിരയിലെ രംഗങ്ങളെ ഓർമ്മിപ്പിക്കും വിധം നാടകീയമായ ഒരു വാഹനാപകടം, പിന്നാലെ നിർത്താതെ പോയ കാർ, ഒടുവിൽ 8 മണിക്കൂർ നീണ്ട ഉദ്വേഗത്തിന് ശേഷം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ കീഴടങ്ങൽ. ഗ്ലാമർ ലോകത്തിന്റെ വെളിച്ചത്തിന് പിന്നിലെ ഈ അപ്രതീക്ഷിത വിവാദം സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. അന്നേ ദിവസം രാത്രി 9:30 തിരുവനന്തപുരം വഴുതക്കാടിൻ ട്രിവാൻഡ്രം ക്ലബിന് സമീപത്തായിരുന്നു മേൽപ്പറഞ്ഞ അപകടം നടന്നത്. ക്ലബിൽ നിന്ന് തന്റെ വസതിയായ ജവഹർ നഗറിലേക്ക് മടങ്ങുകയായിരുന്നു രാജു. ഈ സമയം എതിർദിശയിൽ വന്ന ബൈക്കിൽ രാജു സഞ്ചരിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരായ വിവേദിത് കൃഷ്ണ, സൂരജ് എന്നീ യുവാക്കൾ തെറിച്ചു വീണു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകരുകയും പ്ലാസ്റ്റിക് ഭാഗങ്ങൾ റോഡിൽ ചിതറി വീഴുകയും ചെയ്തു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രിയ നടൻ വാഹനം നിർത്താതെ അവിടെ നിന്നും വേഗത്തെ ഓടിച്ചു പോയി. എന്തുകൊണ്ട് അദ്ദേഹം വണ്ടി നിർത്തിയില്ല? ഇതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. എന്നാൽ പിറ്റേന്ന് രാവിലെ പുറത്തു വന്ന മണിയൻ പിള്ള രാജുവിന്റെ മൊഴി ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. പെട്ടെന്നുണ്ടായ അപകടത്തിന്റെ ആഘാതത്തിൽ താൻ പാനിക്കായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അന്നേരം അറിയാതായി പോയി, ആകെ പരവശനായി പോയി എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. അവിടെ ഇറങ്ങി പരിക്കേറ്റവരെ സഹായിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും അപ്പോൾ തന്നെ സുഹൃത്തായ സുബ്രിയെ വിളിച്ച് ആംബുലൻസ് ഏർപ്പാടാക്കാൻ താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. താൻ ഒരു ക്യാൻസർ സർവൈവർ ആണെന്നും ശാരീരികമായ അസ്വസ്ഥതകൾ ആ സമയത്ത് തന്നെ വലച്ചിരുന്നു എന്നും അദ്ദേഹം ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തു. അപകടം നടന്ന് 8 മണിക്കൂറുകൾക്ക് ശേഷം രാവിലെയാണ് അദ്ദേഹം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. സിനിമാ രംഗത്തെ പ്രമുഖർക്കൊപ്പമാണ് അദ്ദേഹം അവിടെ എത്തിയത്. പോലീസ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഭാരതീയ ന്യായ സംഹിതയിലെയും മോട്ടോർ വെഹിക്കിൾ ആക്ടിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എന്നിരുന്നാലും അപകടം നടന്ന് 8 മണിക്കൂർ കഴിഞ്ഞതിനാൽ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് തടസ്സമായി എന്ന രീതിയിലുള്ള കടുത്ത വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. എന്നിരുന്നാലും വൈകുന്നേരത്തെ സമയം അടുത്തപ്പോൾ അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഉണ്ടായത്. പരിക്കേറ്റ യുവാക്കൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായി ചികിത്സയിലാണ്. നിയമം അതിന്റെ വഴിക്ക് പോകുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ഒരു നടൻ ഇത്തരമൊരു സാഹചര്യത്തിൽ പെട്ടത് ആരാധകർക്കും വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. ഒരൊറ്റ നിമിഷത്തെ ഭയം ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം ഇത്തരമൊരു ദുർഘട സന്നിധിയിലൂടെ കടന്നു പോകുന്ന മണിയൻ പിള്ള രാജുവിനും ഇതൊരു പുതിയ പാഠമായി മാറട്ടെ. ഗ്ലാമർ ലോകത്തെ, സിനിമ, സീരിയൽ, ചാനൽ ലോകത്തെ ഇത്തരം യഥാർത്ഥ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.